ഭൂമിക്ക് ചന്ദ്രൻ എന്ന പോലെ മറ്റു ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങൾക്ക് മാത്രമല്ല, കുള്ളൻ ഗ്രഹങ്ങൾക്കും ചില ഉൽക്കകൾക്കും വരെ ഉപഗ്രഹങ്ങളുണ്ട്. ഇതുവരേക്കും സൗരയൂഥത്തിൽ ചെറുതും വലുതുമായി 200-ൽ കൂടുതൽ ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രഹങ്ങളെ പോലെ തന്നെ ഒരുപക്ഷെ ഗ്രഹങ്ങളെക്കാൾ അപൂർവവും അതിലേറെ വിസ്മയാവഹവുമാണ് അവയുടെ ഉപഗ്രഹങ്ങളും. വളരെ വിചിത്രമായ പല തരത്തിലുമുള്ള ലോകങ്ങളെയും ഈ ഉപഗ്രഹങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഭൂമിയേക്കാൾ കട്ടികൂടിയ അന്തരീക്ഷമുള്ള ലോകങ്ങൾ മുതൽ വീനസിനേക്കാൾ തീവ്രമായ അവസ്ഥകളുള്ള ലോകങ്ങൾ വരെയുണ്ട്. അപ്പോൾ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങൾക്കും എത്ര ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് നോക്കാം. സൂര്യനിൽ നിന്നും ആദ്യത്തെ 2 ഗ്രഹങ്ങളായ മെർക്കുറിക്കും വീനസിനും ഉപഗ്രഹങ്ങളില്ല. പല രീതികളിലാണ് ഉപഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ചില ഉപഗ്രഹങ്ങൾ സൗരയൂഥമുണ്ടായ സമയത്തിൽ, അതായത് ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുന്നേ ഗ്രഹങ്ങൾക്കൊപ്പം തന്നെ രൂപം കൊണ്ടവയാണ്. ചില ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങളിൽ മറ്റൊരു ബഹിരാകാശ വസ്തു വന്നിടിക്കുന്നതിന്റെ അനന്തരഫലമായി രൂപം കൊള്ളുന്നവയാണ്, അതായത് നമ്മുടെ ചന്ദ്രനെ പോലെ. എന്നാൽ മറ്റു ചില ഉപഗ്രഹങ്ങളാണെങ്കിൽ ഗ്രഹങ്ങളുടെ അടുത്തുകൂടെ പോകുമ്പോൾ അവയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ കുടുങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ഈ രീതികളിലൂടെയൊന്നും ആദ്യത്തെ 2 ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല. എന്തെന്നാൽ മെർക്കുറിയുടെ കാര്യം നോക്കുമ്പോൾ അത് തീരെ ചെറിയൊരു പ്ലാനറ്റുമാണ്, സൂര്യന്റെ ഒരുപാട് അടുത്ത് നിൽക്കുന്നതുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ മെർക്കുറിക്കൊരു ഉപഗ്രഹം ഉണ്ടായാൽ തന്നെ സൂര്യന്റെ ഗ്രാവിറ്റി കാരണം അതിന് സ്ഥിരതയോടെ മെർക്കുറിക്ക് ചുറ്റും വലം വെക്കാനാകില്ല. കാരണം സൂര്യന്റെ ഗ്രാവിറ്റിയെ ഭേദിച്ച് ഒരു ഉപഗ്രഹത്തിനെ സ്ഥിരതയോടെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തമായ ഗ്രാവിറ്റി മെർക്കുറിക്കില്ല. അപ്പോൾ ആ ഉപഗ്രഹം മെർക്കുറിയിൽ നിന്നും അകന്നു പോവുകയും കാലക്രമേണ സൂര്യനിൽ ചെന്ന് പതിക്കുകയും ചെയ്യും. ഒരുപക്ഷെ മെർക്കുറിയുടെ ഒരുപാട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഉപഗ്രഹത്തിന് കുറച്ചുകാലം മെർക്കുറിയെ ഭ്രമണം ചെയ്യാനാകും. പക്ഷേ അപ്പോഴും ഒരുപാട് അടുത്തായതുകൊണ്ട് അത് കാലക്രമേണ മെർക്കുറിയുമായിട്ട് കൂട്ടിയിടിക്കും. ഇത് തന്നെയായിരിക്കും വീനസിന്റെയും പ്രശ്നമെന്നാണ് കരുതപ്പെടുന്നത്. വീനസിന് ഏകദേശം നമ്മുടെ ഭൂമിയുടെ അത്ര വലിപ്പവും ഗ്രാവിറ്റിയും ഒക്കെയുണ്ട്. എങ്കിലും സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തിനെ എതിർത്ത് ഒരു ഉപഗ്രഹത്തിനെ പിടിച്ചു നിർത്താൻ ഒരുപക്ഷെ അത്രയും ഗ്രാവിറ്റി മതിയാകില്ല. എന്തായാലും സൂര്യന്റെ ഇത്രയും അടുത്ത് നിലനിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഒരു ഉപഗ്രഹം വേണമെങ്കിൽ അവ അത്രയേറെ ഗുരുത്വാകർഷണ ബലമുള്ള വലിയ ഗ്രഹങ്ങളായിരിക്കണം. മൂന്നാമത്തെ ഗ്രഹമായ ഭൂമിക്ക് ഒരു ഉപഗ്രഹമുണ്ട്, നമ്മുടെ ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്നും ശരാശരി ഏകദേശം 3,83,000 കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ് ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നത്. അതായത് ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ദൂരത്തിൽ 30 ഭൂമികളെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ 2ാമത്തെ ഉപഗ്രഹമാണ് നമ്മുടെ ചന്ദ്രൻ. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മുടെ ഭൂമി രൂപം കൊണ്ട കാലത്തിൽ മറ്റൊരു ചെറിയ ഗ്രഹം വന്ന് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കാനിടയായി. ആ ഗ്രഹത്തിന് തിയ എന്നാണ് നമ്മൾ നൽകിയിരിക്കുന്ന പേര്. കൂട്ടിയിടിയിൽ തിയ മരണപ്പെട്ടു. അതിൽ അവശേഷിച്ച ഭാഗങ്ങൾ ഭൂമിക്ക് ചുറ്റും വലം വെക്കുകയും കാലക്രമേണ അതെല്ലാം കൂടിച്ചേർന്ന് ഒരു ഉപഗ്രഹമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ചന്ദ്രൻ രൂപം കൊണ്ടത്. ഇതാരും 450 കോടി വർഷങ്ങൾക്ക് മുന്നേ ടൈം ട്രാവൽ ചെയ്തു പോയി കണ്ടുപിടിച്ചതൊന്നുമല്ല, മറിച്ച് നമ്മൾ കണ്ടെത്തിയ തെളിവുകളുടെയും നമ്മൾ മനസ്സിലാക്കിയ ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സിദ്ധാന്തം മാത്രമാണ്. എന്തായാലും ഭൂമിയിലെ ജീവന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ സമുദ്രത്തിൽ നിന്നും ജീവൻ കരയിലേക്ക് വ്യാപിക്കുക പോലുമില്ലായിരുന്നു. ഭൂമിയുടെ അയൽവാസിയും സൗരയൂഥത്തിലെ 4ാമത്തെ ഗ്രഹവുമായ മാഴ്സിന് 2 ഉപഗ്രഹങ്ങളുണ്ട്, ഫോബോസ് ആൻഡ് ഡെയ്മോസ്. രണ്ടും തീരെ ചെറിയ ഉപഗ്രഹങ്ങളാണ്. വലിയ ഉപഗ്രഹമായ ഫോബോസിന് പോലും 22.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് വ്യാസം. ഡെയ്മോസിനാണെങ്കിൽ അതിന്റെ പകുതി വലിപ്പം മാത്രമേയുള്ളൂ. ഈ 2 ഉപഗ്രഹങ്ങളും ശരിക്കും ഉൽക്കകളായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മര്യാദയ്ക്ക് വഴിയേ പോയ ഈ ആസ്ട്രോയിഡ്സിനെ മാഴ്സ് തട്ടിയെടുത്ത് അതിന്റെ ഉപഗ്രഹങ്ങളാക്കി മാറ്റിയതായിരിക്കും. ഇതിൽ ഫോബോസ് ആണ് മാഴ്സിന്റെ അടുത്ത് നിലനിൽക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ സൗരയൂഥത്തിൽ തന്നെ ഒരു ഗ്രഹത്തിന്റെ ഏറ്റവും അടുത്തുകൂടെ വലം വയ്ക്കുന്ന ഉപഗ്രഹം ഫോബോസ് ആണ്. മാഴ്സിന്റെ ഉപരിതലത്തിൽ നിന്നും ഫോബോസ് വരെ വെറും 6000 കിലോമീറ്റേഴ്സ് ദൂരം മാത്രമേ ഉള്ളൂ. ഡെയ്മോസും താരതമ്യേന മാഴ്സിന്റെ വളരെ അടുത്താണ്. മാഴ്സിൽ നിന്നും ഏകദേശം 23,000 കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ് ഡെയ്മോസ് വലം വെക്കുന്നത്. എന്തായാലും ഈ 2 മൂൺസിന്റെയും കാര്യം കഷ്ടത്തിലാണ്.
ഫോബോസ് വളരെ അടുത്തായതിനാൽ അത് കാലക്രമേണ മാർസിന്റെ ഉപരിതലത്തിൽ ചെന്ന് പതിക്കും. എന്നാൽ ഡെയ്മോസ് ആണെങ്കിൽ മാർസിൽ നിന്നും പതിയെ പതിയെ അകന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാലക്രമേണ മാർസിനോട് വിട പറയും. അഞ്ചാമത്തേതും സൗരയൂഥത്തിലെ ഏറ്റവും വലുതുമായ നമ്മുടെ ജൂപ്പിറ്ററിന് 80 ഉപഗ്രഹങ്ങളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ആസ്ട്രോയിഡുകളാണ്. വഴിയെ പോകുന്ന ആസ്ട്രോയിഡുകളെയൊക്കെ പിടിച്ച് തന്റെ ഉപഗ്രഹങ്ങളാക്കുന്നതാണ് പണ്ട് മുതലേയുള്ള ജൂപ്പിറ്ററിന്റെ പണി. ചില സമയങ്ങളിൽ ഉപഗ്രഹമാക്കാനൊന്നും നിൽക്കില്ല, നേരെ പിടിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ അത് നമുക്ക് വളരെ വലിയൊരു അനുഗ്രഹവുമാണ്. കാരണം ഈ ഉൽക്കകൾ സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് വന്നാൽ അതൊരുപക്ഷേ ഭൂമിക്കൊരു ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ജൂപ്പിറ്റർ നമ്മുടെ രക്ഷകനാണ്. 80 ഉപഗ്രഹങ്ങളിൽ ആകെ 8 എണ്ണം മാത്രമാണ് റെഗുലർ മൂൺസ്. എന്നുവെച്ചാൽ ജൂപ്പിറ്റർ അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ സമതലത്തിലൂടെ അതേ ദിശയിൽ തന്നെ ജൂപ്പിറ്ററിന് ചുറ്റും ഏകദേശം വൃത്താകൃതിയിൽ അല്ലെങ്കിൽ അധികം എലിപ്റ്റിക്കൽ അല്ലാത്ത രീതിയിൽ വലം വെക്കുന്ന ഉപഗ്രഹങ്ങൾ. ബാക്കി 72 ഉപഗ്രഹങ്ങളും ഇറഗുലാർ മൂൺസ് ആണ്. അതായത് വളരെയേറെ എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഭ്രമണപഥമുള്ളതും ജൂപ്പിറ്റർ കറങ്ങുന്ന സമതലത്തിലൂടെ കറങ്ങുന്നതല്ലാത്തതുമായ ഉപഗ്രഹങ്ങൾ. അതിൽ ചില ഉപഗ്രഹങ്ങൾ ജൂപ്പിറ്റർ കറങ്ങുന്നതിന് നേരെ എതിർവശത്തിലൂടെയാണ് വലം വെക്കുന്നത്. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗലീലിയോ ഗലീലി ജൂപ്പിറ്ററിന് ചുറ്റും കണ്ടുപിടിച്ച 4 ഉപഗ്രഹങ്ങളാണ് ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങൾ. അയ്യോ, യൂറോപ്പ, ഗാനിമേഡ്, കലിസ്റ്റോ എന്നിവയാണ് ആ 4 ഉപഗ്രഹങ്ങൾ. ഇതിൽ ഗാനിമേഡാണ് ഏറ്റവും വലുത്. ജൂപ്പിറ്ററിന്റെ മാത്രമല്ല സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമേഡ്. ഇതിന് ഏകദേശം നമ്മുടെ ഭൂമിയുടെ പകുതിയോളം വലിപ്പമുണ്ട്. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മാഗ്നറ്റോസ്ഫിയർ ഉള്ള ഒരേയൊരു ഉപഗ്രഹം ഗാനിമേഡ് മാത്രമാണ്. കലിസ്റ്റോയാണ് ജൂപ്പിറ്ററിന്റെ 2ാമത്തെ വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 3ാമത്തെ വലിയ ഉപഗ്രഹവും. ഗാനിമേഡിനെ പോലെ ഇതും ഒരു മഞ്ഞ് ലോകമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ജൂപ്പിറ്ററിന്റെ 3ാമത്തെ വലിയ ഉപഗ്രഹമായ അയ്യോ ആണ്. ഇത് തന്നെയാണ് സൗരയൂഥത്തിലെ 4ാമത്തെ വലിയ ഉപഗ്രഹവും. അത് മാത്രമല്ല സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണ് അയ്യോ. ജൂപ്പിറ്ററിന്റെ 4ാമത്തെ വലിയ ഉപഗ്രഹമായ യൂറോപ്പയും ഒരു മഞ്ഞ് ലോകമാണ്. സൗരയൂഥത്തിലെ 6ാമത്തെ വലിയ ഉപഗ്രഹമാണ് യൂറോപ്പ. ജൂപ്പിറ്ററിന്റെ ഈ 3 മഞ്ഞ് ലോകങ്ങളിലും, അതായത് ഗാനിമേഡ്, കലിസ്റ്റോ, യൂറോപ്പ എന്നീ ഉപഗ്രഹങ്ങളിൽ ഉപരിതലത്തിൽ ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞുപാളികൾക്കടിയിൽ ഭീമാകാരമായ സമുദ്രങ്ങളുണ്ട്. അതിനാൽ തന്നെ സൗരയൂഥത്തിൽ ഭൂമിക്ക് പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ജീവൻ നിലനിൽക്കാൻ വളരെയേറെ സാധ്യതയുള്ള ലോകങ്ങളാണ് ജൂപ്പിറ്ററിന്റെ ഈ മഞ്ഞ് ലോകങ്ങൾ. ജൂപ്പിറ്ററിന്റെ ഏറ്റവും ചെറിയ ഉപഗ്രഹങ്ങൾക്ക് ഏകദേശം വെറും 1 കിലോമീറ്റർ വ്യാസം മാത്രമേയുള്ളൂ. മെറ്റിസ് ആണ് ജൂപ്പിറ്ററിന്റെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനായിരിക്കുന്നതിനേക്കാൾ അടുത്തുകൂടെയാണ് മെറ്റിസ് ജൂപ്പിറ്ററിനെ വലം വെക്കുന്നത്. വെറും 7 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ജൂപ്പിറ്ററിന് ചുറ്റും ഒരു തവണ വലം വെക്കും. ജൂപ്പിറ്ററിൽ നിന്നും മെറ്റിസ് വരെ വെറും 1,28,000 കിലോമീറ്റേഴ്സ് ദൂരം മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ദൂരമായിട്ട് തോന്നിയെങ്കിൽ ഓർക്കുക, ജൂപ്പിറ്ററിന്റെ വ്യാസം എന്നത് ഏകദേശം 1,40,000 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ മെറ്റിസ് ഇത്രയും അടുത്തായതിനാൽ തന്നെ ഒരിക്കൽ ഇത് ജൂപ്പിറ്ററിൽ ചെന്ന് പതിച്ച് നശിക്കും. ഏറ്റവും അകലെയുള്ളത് കുറേയാണ്. കുറേ ഉപഗ്രഹങ്ങൾ അകലെയാണെന്നല്ല, ഏറ്റവും അകലെയുള്ള ഉപഗ്രഹത്തിന്റെ പേരാണ് കൊറെ. ഈ കൊറെ ജൂപ്പിറ്ററിൽ നിന്നും ഏകദേശം ശരാശരി 242 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് നിലനിൽക്കുന്നത്. ഇതൊരു തവണ ജൂപ്പിറ്ററിനെ വലം വയ്ക്കാൻ 2 വർഷത്തിൽ കൂടുതൽ സമയമെടുക്കും. 6ാമത്തേതും മനോഹരവുമായ സാറ്റേണിന് 83 ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ ഏതാനും ചില മീറ്റേഴ്സ് മാത്രം വലിപ്പമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾ മുതൽ ഭീമാകാരമായ ഉപഗ്രഹങ്ങൾ വരെയുണ്ട്. ഇതിൽ 24 എണ്ണം റെഗുലർ മൂൺസ് ആണ്. ബാക്കി 59ഉം ഇറഗുലർ മൂൺസും. ഈ ഉപഗ്രഹങ്ങളിൽ കൂടുതലും സാറ്റേണിന്റെ അടുത്തുകൂടെ പോയ ഉൽക്കകളാണ്. ഇതുപോലെ പണ്ട് സാറ്റേണിന് സമീപം വന്ന ഒരു മഞ്ഞ് ലോകം കാരണമാണ് സാറ്റേണിന് അതിന്റെ മനോഹരമായ വളയങ്ങൾ ലഭിച്ചത്. സാറ്റേണിന്റെ ചില ഉപഗ്രഹങ്ങൾ ഒരു തരത്തിൽ നിഗൂഢമാണ്. കാരണം അവയെല്ലാം എപ്പോഴാണ് രൂപം കൊണ്ടതെന്നും എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മറ്റൊരു കാര്യമെന്നത് ജൂപ്പിറ്ററിന് 4 വലിയ ഉപഗ്രഹങ്ങളുണ്ട്. എന്നാൽ സാറ്റേണിന്റെ വെറും ഒരേയൊരു ഉപഗ്രഹം മാത്രമാണ് വലുതായിട്ടുള്ളത്. അതിന്റെ കാരണവും വ്യക്തമല്ല. എന്തായാലും സാറ്റേണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്നത് ടൈറ്റൻ ആണ്. സാറ്റേണിന്റെ മാത്രമല്ല സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ഇതിന് നമ്മുടെ ഭൂമിയുടെ 40% കൂടുതൽ വലിപ്പമുണ്ട്.
സാറ്റേണിന്റെ മുഴുവൻ ഉപഗ്രഹങ്ങളുടെ മാസിൽ 94% കൂടുതൽ മാസ് അടങ്ങിയിരിക്കുന്നത് ടൈറ്റനിൽ മാത്രമാണ്. മറ്റ് 4 ഉപഗ്രഹങ്ങളിലാണ് 5% മാസ് അടങ്ങിയിരിക്കുന്നത്. ബാക്കി 78 ഗ്രഹങ്ങളെയും ചേർത്താലും അത് 1% മാസ് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ തന്നെ സാറ്റേണിന്റെ ഉപഗ്രഹങ്ങളെല്ലാം എത്രത്തോളം ചെറുതാണെന്ന് നമുക്ക് ഊഹിക്കാനാകും. ടൈറ്റന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിന്റെ അന്തരീക്ഷമാണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിനേക്കാൾ കട്ടി ഒരുപാട് കൂടുതലാണ് ടൈറ്റന്റെ അന്തരീക്ഷത്തിന്. പക്ഷേ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഇല്ല. പകരം 95% നൈട്രജനാണ്. ഭൂമിയിൽ കാണുന്നത് പോലെ പുഴകളും കായലുകളുമൊക്കെ ഈ ഉപഗ്രഹത്തിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവയിലൊന്നും ജലമല്ല ഒഴുകുന്നത്, പകരം മീഥൈനും മറ്റ് ദ്രാവകങ്ങളുമാണ്. സാറ്റേണിന്റെ 2ാമത്തെ വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 9ാമത്തെ വലിയ ഉപഗ്രഹവുമാണ് റിയ. 7ാമത്തെ ഗ്രഹമായ യുറാനസിന് 27 ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ 5 മാത്രമാണ് വലിയ ഉപഗ്രഹങ്ങൾ. എങ്കിലും യുറാനസിന്റെ 18 ഉപഗ്രഹങ്ങളും റെഗുലർ മൂൺസ് ആണ്. പണ്ട് സംഭവിച്ച ഒരു ഭീകരമായ കൂട്ടിയിടിയുടെ അനന്തരഫലമായിട്ടായിരിക്കും ഇതിൽ ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും രൂപം കൊണ്ടതെന്നാണ് നിഗമനം. ടൈറ്റേനിയ, ഒബെറോൺ, അംബ്രിയേൽ, ഏരിയൽ, മിരാൻഡ എന്നീ ഉപഗ്രഹങ്ങളാണ് ഏറ്റവും വലിയ 5 ഉപഗ്രഹങ്ങൾ. ഇതിലേറ്റവും വലുതാണ് ടൈറ്റേനിയ. ഇതിന് ഏകദേശം 1576 കിലോമീറ്റേഴ്സ് വ്യാസമുണ്ട്. സൗരയൂഥത്തിലെ 8ാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റേനിയ. യുറാനസ് രൂപം കൊണ്ട സമയത്തിൽ അതിനോടൊപ്പമായിരിക്കും ടൈറ്റേനിയയും രൂപം കൊണ്ടതെന്നാണ് നിഗമനം. 2ാമത്തെ വലിയ ഉപഗ്രഹമായ ഒബെറോണിനും ഏകദേശം അത്രയും വ്യാസമുണ്ട്. ഇത് സൗരയൂഥത്തിലെ 10ാമത്തെ വലിയ ഉപഗ്രഹമാണ്. ഇതേസമയം ഏറ്റവും ചെറിയ ഉപഗ്രഹമായ കോർഡേലിയയ്ക്ക് വെറും 40 കിലോമീറ്റേഴ്സ് വ്യാസമേ ഉള്ളൂ. അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിന് 14 ഉപഗ്രഹങ്ങളുണ്ട്. നെപ്റ്റ്യൂണിന്റെ ഒരേയൊരു ഉപഗ്രഹം മാത്രമാണ് വലുത്, അത് ട്രൈറ്റൻ ആണ്. സൗരയൂഥത്തിലെ 7ാമത്തെ വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. ഇതിന് ഏകദേശം 2705 കിലോമീറ്റേഴ്സ് വ്യാസമുണ്ട്. പണ്ട് കൈപ്പർ ബെൽറ്റിൽ നിന്നും സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് വരുന്ന സമയത്തിൽ ഇത് നെപ്റ്റ്യൂണിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെട്ടതാണ്. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളിൽ ആകെ ട്രൈറ്റന് മാത്രമാണ് ഏകദേശം ഗോളാകൃതിയുള്ളത്. നിസോ എന്ന കുഞ്ഞുപഗ്രഹമാണ് നെപ്റ്റ്യൂണിന്റെ ഏറ്റവും അകലെയുള്ള ഉപഗ്രഹം. ഈ ഉപഗ്രഹം നെപ്റ്റ്യൂണിന്റെ ഏറ്റവും അകലെ ആയിരിക്കുമ്പോൾ നെപ്റ്റ്യൂണിൽ നിന്നും ഏകദേശം 777 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരമുണ്ടായിരിക്കും. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ഒരു ഗ്രഹത്തിന്റെ ഏറ്റവും അകലെയുള്ള ഉപഗ്രഹം നെസോ ആണ്. ഇതൊരു തവണ നെപ്റ്റ്യൂണിനെ വലം വയ്ക്കാൻ ഏകദേശം 27 വർഷങ്ങളെടുക്കും. ഗ്രഹങ്ങൾക്ക് പുറമെ കുള്ളൻ ഗ്രഹങ്ങൾക്കും ഉൽക്കകൾക്കും വരെ ഉപഗ്രഹങ്ങളുണ്ട്. സൗരയൂഥത്തിൽ 5 കുള്ളൻ ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്ലൂട്ടോ ഉൾപ്പെടെയുള്ള 4 നെപ്റ്റ്യൂണിനും അപ്പുറത്താണ്. സിറീസ് എന്ന ഒരേ ഒരു കുള്ളൻ ഗ്രഹം മാത്രമാണ് മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ളത്. ഈ ഒരു കുള്ളൻ ഗ്രഹത്തിനൊഴികെ ബാക്കി 4 ഡ്വാർഫ് പ്ലാനറ്റുകൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. പ്ലൂട്ടോയ്ക്ക് 5 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. അതിലേറ്റവും വലുതായ ഷാരോണിന് പ്ലൂട്ടോയുടെ പകുതിയിൽ കൂടുതൽ വലിപ്പമുണ്ട്. എറീസിനും മെയ്ക്മേക്കിനും ഓരോ ഉപഗ്രഹങ്ങളാണുള്ളത്. ഹമേയയ്ക്കാണെങ്കിൽ 2 ഉപഗ്രഹങ്ങളുണ്ട്. അപ്പോൾ സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്കും കുള്ളൻ ഗ്രഹങ്ങൾക്കുമായി ആകെ മൊത്തം 214 ഉപഗ്രഹങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ ഏകദേശം 150-ൽ കൂടുതൽ ആസ്ട്രോയിഡുകൾക്ക് ചുറ്റിലും നമ്മൾ വളരെ ചെറിയ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഭൂമിക്ക് പുറത്തു പോകാൻ ഒരവസരം കിട്ടിയാൽ ഇതിലേത് ലോകത്തിലായിരിക്കും നിങ്ങൾ പോകുന്നത്? മറക്കാതെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.